പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നാളുകളിൽ ജീവിതങ്ങൾ ആത്മാവിൽ നിറയപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തെന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ ആത്മനിറവ് ആവശ്യമാണ്. ഒരു വ്യക്തിയെ രൂപാന്തരം വരുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. തെളിവ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. റോമർ 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആ ആ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. അപ്പൊ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടുന്ന് എടുക്കപ്പെടണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആത്മനിറവ് ആവശ്യമാണ്. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാത്തവരൊക്കെ അഭിഷേകം പ്രാപിക്കണം. അതിനൊരു ഉത്സാഹം വേണം. എനിക്ക് ആത്മനിറവ് പ്രാപിക്കണം, ആത്മാവിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കണം എന്നൊരു വാഞ്ച നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ നിറയ്ക്കുക തന്നെ ചെയ്യും. ഇന്നലെ ഞങ്ങൾ കണ്ട കാഴ്ച, പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും വരെ അഭിഷേകം പ്രാപിച്ച് ഇന്നലെ ദൈവത്തെ ആരാധിപ്പാനിടയായി. കൊച്ചു കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിപ്പാനിടയായി. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ അത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. 10-ാം വാക്യം. നാം ചുവരോടുകൂടിയ ഒരു മാളിക മുറി പണിതുണ്ടാക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. ഈ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം പഠിച്ചാൽ 2 സഹോദരിമാരെ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. 2 സഹോദരിമാർ. ഒന്ന് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ, 2 ശൂലേക്കാരത്തിയായ സ്ത്രീ. ആ 2-ാമത്തെ സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത്, നാം വായിച്ചത്. അതിൻ്റെ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം തുടങ്ങിയൊന്ന് വായിക്കാം. ഒരു ദിവസം ശൂനേമിൽ ഏലിശ പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശൂനേമിലെ ധനികയായ സ്ത്രീ. അവൾ എന്താ ചെയ്തത്? അടുത്തത്, ഈ ഏലിശ പ്രവാചകനെ, ആ ദൈവപുരുഷനെ ഇവൾ എന്ത് ചെയ്തു? ഭക്ഷണത്തിനായി ക്ഷണിച്ചു. അവ ദൈവദാസന്മാര് നമ്മുടെ ഭവനങ്ങളിൽ ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നത് നല്ലതാണ്. ക്ഷണിക്കണം, ഭക്ഷണമൊക്കെ കൊടുക്കണം. പണം ഉണ്ടായിട്ട് എന്താ കാര്യം? വിളിക്കത്തുമില്ല, ക്ഷണിക്കത്തുമില്ല, കൊടുക്കത്തുമില്ല.
ഭക്ഷണത്തിനായി ക്ഷണിച്ചു. ആര്? ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഉച്ചയ്ക്ക് വിശ്രമിച്ചതൊരു വീട്ടിലാണ്. മോനോട് ചോദിച്ചാൽ പറയും. അദ്ദേഹം പറഞ്ഞത്, പാസ്റ്ററേ, ഞങ്ങൾ ഒരു മുറി ഇങ്ങനെ പണിത് വെച്ചിരിക്കുക അവിടെ. ആ മുറിയിലാണ് ഞങ്ങൾ വിശ്രമിച്ചത്. ഞാൻ വിശ്രമിച്ചത്, മോൻ വിശ്രമിച്ചില്ല. അത് പാസ്റ്റർമാർക്ക് വേണ്ടി പണിതിരിക്കുന്ന മുറിയാണെന്ന്. ഏലീശ പ്രവാചകനെ ഈ ശൂനേംകാരത്തി ഭക്ഷണത്തിനായി ക്ഷണിച്ചു. ഭക്ഷണത്തിനായി. ഈ ചിലരെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ തലവേദനയാകും. ഇവിടെയാ അത് തന്നെയാ. അവിടെ വായിക്കുന്നത് അടുത്ത വാക്യം വായിച്ചേ. പിന്നത്തെ ഒരിക്കൽ വിളിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നത്തേതിൽ അവൻ ആ വഴി, ഏലീശ ആ വഴി പോകുമ്പോഴെല്ലാം എവിടെ കയറുന്ന? ഈ ശൂനേമിലെ വീട്ടിൽ. എന്തിനായി കയറുന്ന? വാടോ. ഒരിക്കൽ കൊടുത്തതാ, തലവേദന പറയും. ഭക്ഷണത്തിനായി ഈ ഏലീശ ഈ ശൂനേമിലെ ധനികയായ സ്ത്രീയുടെ വീട്ടിൽ കയറി ചെല്ലും. നമുക്ക് ശൂനേംകാരത്തി സ്ത്രീയോട് ചോദിക്കാം, അല്ലയോ ശൂനേംകാരത്തിയെ, ഈ ഏലീശയെ നീ ഒരിക്കൽ ഭക്ഷണത്തിനായി നിന്റെ വീട്ടിൽ ക്ഷണിച്ചതാ. ഇപ്പൊ വേണ്ട ഇതുവഴി പോകുമ്പോഴെല്ലാം ആ മനുഷ്യൻ ഭക്ഷണത്തിനായി നിന്റെ വീട്ടിൽ കയറി വരുന്നു. നിനക്കതിൽ എന്തെങ്കിലും പരിഭവം ഉണ്ടോ? അവൾ പറയും, ഹേ ഇല്ല. സോദരം, നമ്മളാണെങ്കിലോ കയറി വരുമ്പോൾ പറയും, ഇവിടെ അച്ചായൻ ഇല്ല കേട്ടോ, അല്ല ഇവിടെ അമ്മാമ്മ ഇല്ല. കഴിഞ്ഞിടെ ഒരു ഉപദേശി ഒരു വീട്ടിൽ കയറി ചെന്നപ്പം ആ വീട്ടുകാരൻ പറഞ്ഞു, വീട്ടുകാരനാണ് കുടുംബനാഥൻ, അദ്ദേഹം ഉച്ചയ്ക്ക് ചെന്ന് ഉപദേശിയോട് പറഞ്ഞു, ഉപദേശിക്ക് ഭക്ഷണം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഒഴിക്കാൻ ഒന്നുമില്ല. കൂട്ടാനൊക്കെ ഉണ്ട്, പക്ഷെ ഒഴിക്കാൻ കറി ഇല്ല. അതുകൊണ്ട് ഉപദേശി പോയാട്ടെന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഉപദേശം എടുക്കണമായിരുന്നു. ഉപദേശി പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, ഒഴിക്കാനൊന്നുമില്ലെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ. പറഞ്ഞു വിടാൻ തുനിഞ്ഞതാ ഉപദേശി. ഈ അച്ചായനേക്കാൾ മെടുക്കനാ. ഇവൾക്കൊരു പരിഭവമില്ല കൊടുക്കുന്ന കാര്യത്തിൽ. കൊടുക്കാൻ നല്ല മനസ്സായി ഇവക്ക്. ആ വഴി പിന്നത്തേതിൽ പോകുമ്പോഴെല്ലാം ഈ ഉപദേശി എന്ത് ചെയ്യും? ഭക്ഷണത്തിനായി ഈ ശൂന്യകാരത്തിയുടെ വീട്ടിൽ കയറി ചെല്ലുമായിരുന്നു. തുടർന്ന് സംഭവിച്ചത്, ഇവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സാക്ഷ്യം പറയുക. അടുത്ത വാക്യം, അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന വിശുദ്ധനായ ഒരു ദൈവ പുരുഷൻ എന്ന് ഞാൻ കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം വീടുകളിൽ കയറി ചെല്ലുന്നത് നല്ലതാ. പക്ഷേ ആ വീട്ടുകാർ നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം പറയണം. സ്തോത്രം. നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം പറയണം. എന്നതാ സാക്ഷ്യം? ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവ പുരുഷൻ. ജീവിതത്തിൽ അശുദ്ധി കടന്നു വരാതെ വിശുദ്ധിയുടെ പ്രമാണം ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ
ദൈവം നമ്മെ വേർതിരിച്ച സ്ഥാനത്ത് ഏത് സാഹചര്യത്തിലായാലും അശുദ്ധി പറ്റിപ്പിടിക്കാതെ കാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ എത്ര പേർ അതിനുവേണ്ടി ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും? ഇന്ന് പിശാച് ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ അപവാദം പറയത്തക്ക രീതിയിൽ പോരാടുന്ന പൈശാചിക തന്ത്രങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ എടുക്കണ്ട. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ രാപ്പകൽ തൻ്റെ ജനത്തിന് വേണ്ടി, ജനത്തെക്കുറിച്ച് അപവാദം കുറ്റം പറയുന്ന അപവാദി, കുറ്റം പറയുന്ന അപവാദി യോശുവ എന്ന മഹാപുരോഹിതന്റെ വസ്ത്രത്തിന് അഴുക്ക് പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കയറി ചെന്ന് അവകാശം പറഞ്ഞ പിശാച് അവനെ നമ്മുടെ ദൈവം തമ്പുരാൻ ഭത്സിച്ചു. ദൈവമക്കളെ, നമ്മെക്കുറിച്ച് ശത്രു ഒരു അപവാദം പറയാൻ ഇടം കൊടുക്കരുത്. ഇവൾ തൻ്റെ ഭർത്താവിനോടൊരു സാക്ഷ്യം പറയുക. നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ എങ്ങനത്തെ മനുഷ്യനാ? വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണും. ഒരു ദൈവപൈതലിനെ കണ്ടാൽ അറിയണം ദൈവപൈതലാണോ അല്ലയോ എന്നുള്ളത്. കേട്ടാൽ അറിയണം ദൈവപൈതലാണോ അല്ലയോ എന്നുള്ളത്. തീ കായുന്നവരുടെ നടുവിൽ ബാല്യക്കാരത്തി പെൺകുട്ടിയുടെ മുൻപിലൊക്കെ പത്രോസ് യേശുവിനെ പ്രാഗി പറഞ്ഞു. അയ്യോ, ഞാൻ അവനെ അറിയുന്നു പോലുമില്ല, എനിക്ക് യേശുവിനെ അറിയത്തില്ല എന്ന് യേശുവിനെ തള്ളിപ്പറയുമ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, നീ എങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞാലും പ്രാഗി പറഞ്ഞാലും നിന്റെ ഉച്ചാരണം, നിന്റെ സംസാരം കേട്ടാൽ അറിയാം നീ അവന്റെ പക്ഷത്തുള്ളവൻ, നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനാ. ദൈവമക്കളെ, നമ്മുടെ സംസാരം ദൈവകൃപയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ആയിരിക്കണം. നമ്മുടെ ഡ്രസ്സിങ് ദൈവകൃപയ്ക്ക് അനുയോജ്യമായതായിരിക്കണം. ദൈവകൃപ വിട്ട് ഒരിക്കലും മാറിപ്പോകാൻ ഇടവരല്ല. ഇവിടെ ഏലീശായെക്കുറിച്ച് ഇവൾ പറയുന്ന സാക്ഷ്യം, അവനാരാ? വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. എന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ പെർമിഷൻ ഇവൾ വാങ്ങിക്കുക. എന്നതാ? നമുക്കൊരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കാം. അതിനകത്ത് 4 വസ്തുക്കൾ വെക്കുക, അല്ലേ? കട്ടില്, മേശ, നാൽക്കാലി, നിലവിളക്ക്. അത് 4 നമുക്ക് പുറകാലെ ചിന്തിക്കാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് മാളിക മുറി എന്നുള്ളതാണ്. മാളിക മുറി, നാം പണിതുണ്ടാക്കുന്ന മാളിക മുറി എന്തിനൊക്കെ വേണ്ടിയായിരിക്കണം? 1,
വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 12-ാം വാക്യം. വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക മുറി. ആ മാളിക മുറി കാണിക്കുന്നത് സമർപ്പണത്തെയാ. എങ്ങനത്തെ മാളിക മുറിയാ? വിരിച്ച് ഒരുക്കിയ മാളിക മുറി. ഇനി അരുമനാഥൻ അവിടേക്ക് കയറി വന്ന് ശുശ്രൂഷകൾ ചെയ്താൽ മതി. ഒരുക്കപ്പെട്ട സമർപ്പണത്തിൻ്റെ മാളിക മുറി നമ്മുടെ ജീവിതം. ഈ മാളിക മുറി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക. രണ്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. ദാനിയേൽ 6:10. തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു കിടക്കുകയാണ്. അവൻ ദിവസവും ചെയ്ത് വരാറുള്ളത് പോലെ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അവന്റെ കാര്യം ദൈവസന്നിധിയിൽ അവൻ പറയാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ മാളിക മുറി ഒന്ന് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. 2 ഈ മാളിക മുറിയിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രാർത്ഥന. ഇന്ന് പല മാളിക മുറികളിലും പ്രാർത്ഥന തുലോം കുറവാണ്. പ്രിയ ദൈവമക്കളെ, എവിടെ ഏത് മാളിക മുറിയിൽ പ്രാർത്ഥനയുണ്ടോ അവിടെ ദൈവശക്തി ഇറങ്ങാനിടയാകും. പ്രാർത്ഥനയുടെ മാളിക മുറിയായിരിക്കണം നമ്മുടെ ഈ മാളിക മുറി എന്ന് പറയുന്നത്. പ്രാർത്ഥന അത് കുറയരുത്. കർത്താവൃദാസൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, സന്ധ്യയ്ക്ക് പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. അതില്ലെങ്കിൽ കരച്ചിൽ വന്ന് രാമാർക്കും. പ്രാർത്ഥന നമ്മുടെ ഈ മാളിക മുറിയിൽ ഉണ്ടായിരിക്കണം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവൃദാസൻ്റെ ഭവനത്തിലേക്ക് ചെങ്കൽച്ചുളയിൽ രാജാജി നഗറിൽ കടന്നു പോകാനിടയായി. ഒരു സന്ധ്യാസമയത്ത് എത്ര വീടുകളിൽ നിന്നാ പാട്ട് കേൾക്കുന്നറിയാം. സിനിമാ പാട്ടല്ല, ക്രിസ്തീയ ആരാധനയുടെ പാട്ട്. സ്തോത്രം. ഒരു കാലത്ത് വഴക്കും ബഹളവും അടിയും തല്ലും ആയി കിടന്ന രാജാജി നഗർ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയുടെ മാളിക മുറികളായി അതിനെ ദൈവം തീർത്തെങ്കിൽ, ദൈവമൈതലേ, നമ്മുടെ മാളിക മുറികൾ പ്രാർത്ഥന ഉയരട്ടെ, ആരാധന ഉയരട്ടെ. നമ്മുടെ മാളിക മുറി പ്രാർത്ഥനയുടെ മാളിക മുറിയായിരിക്കണം. പ്രാർത്ഥനയുടെ. അപ്പോൾ ഒന്ന് സമർപ്പിക്കപ്പെട്ട മാളിക മുറി, സമർപ്പണത്തിൻ്റെ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടത്. 2 പ്രാർത്ഥനയുടെ മാളിക മുറി, പ്രാർത്ഥനാ ജീവിതം. അതുണ്ടെങ്കിൽ 3 അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. The book of Acts chapter 1 verse 13.
ആ ആ മാളിക മുറിയിലേക്ക് ഇവർ കയറിപ്പോയി. അവിടെ എന്താ സംഭവിച്ചത്? 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ ആ ആ ആ നമുക്ക് ആ പശ്ചാത്തലം അറിയാം. പ്രാർത്ഥിക്കുന്ന മാളിക മുറിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരാനിടയായി. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, നിന്റെ മേലാണ് ദൈവത്തിൻ്റെ ആത്മാ ശക്തി ഇറങ്ങുന്നത്. ആ മാളിക മുറിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ആത്മപ്രവാഹം അവിടെ ഒഴുകുവാനിടയായി. ഈ ആത്മശക്തി ഒഴുകിയാൽ, ശക്തി ഒഴുകിയാൽ ആ ദേശത്ത് കൂടി വന്ന ജനം, പംഫിലിയക്കാര്, ക്രേത്തര് എന്ന് വേണ്ട വിവിധ ദേശക്കാര്, അവരെല്ലാവരും ഈ മാളിക മുറിയിൽ ഓടിക്കൂടി. ഒരാത്മപ്രവാഹം ഉണ്ടാകാമെങ്കിൽ പുറത്ത് നിൽക്കുന്നവർ അകത്ത് വരത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. എങ്കിലും ഇന്ന് പകൽക്കാലം ആ ആത്മനദിയെ നമ്മുടെ മാളിക മുറിയിലേക്ക് ഒന്നിറങ്ങട്ടെ. ആത്മനദി ഉള്ളിടത്ത്, ആത്മപ്രവാഹം ഉള്ളിടത്ത് ജീവിതങ്ങൾ ഓടിക്കൂടും. ഒന്ന്, സമർപ്പണത്തിൻ്റെ മാളിക മുറി. 2, പ്രാർത്ഥനയുടെ മാളിക മുറി. 3, ആത്മപ്രവാഹത്തിൻ്റെ മാളിക മുറി. 4 സങ്കീർത്തനങ്ങൾ എടുക്കാം. 104-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. അതിൻ്റെ 3-ാം വാക്യം ആദ്യം ഒന്ന് വായിച്ചാട്ടെ. 3-ാം വാക്യം മതി. മാളികയിൽ നടക്കുന്നത് തുലാങ്ങളെ ആ മാളികയിൽ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? നിരത്തും. എന്ന് പറഞ്ഞാൽ ഈ മാളിക മുറിക്കകത്ത് ഒരൊറ്റ ജീവിതം പോലും ആത്മനദിയിൽ ഇറങ്ങാത്തവരായി കാണരുത്. ഇന്ന് പകൽ ഞാൻ ഓർമ്മിക്കട്ടെ, സിമിപ്പാളയം PMG ചർച്ചിൽ ഒരു ജീവിതം പോലും അഭിഷേകം പ്രാപിക്കാത്തവരായി കാണല്. നമുക്ക് നമ്മുടെ മാളിക മുറിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. 5 13-ാം വാക്യം വായിക്കാം. 104-ന്റെ 13-ാം വാക്യം. മാളികയിൽ നിന്ന് മലകളെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ശ്രദ്ധിച്ച്, ഈ മാളികയിൽ ആത്മപ്രവാഹമുണ്ട്. മാളികയിലെ ഓരോ തുലാങ്ങളെയും വെള്ളത്തിൽ, ആത്മാവിൻ്റെ വെള്ളത്തിൽ നിരത്തുന്നു, അതായത് കുതിർപ്പിക്കുന്നു. അടുത്തത്, ഈ മാളികയിൽ നിന്ന് ഈ വെള്ളം പുറത്തേക്കൊഴുകി പുറത്തുള്ള മലകളെ അത് നനയ്ക്കാൻ പോകുകയാണ്. ഇന്ന് മകൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ പൈതലെ, നിന്നിൽ കൂടി ഒരാത്മനദി പുറത്തേക്കൊഴുകാൻ പോകുകയാ. നനയാതെ കിടക്കുന്ന മലകൾ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 13-ാം വാക്യം ഒന്ന് വായിച്ചേ. തൻ്റെ മാളികയിൽ നിന്ന്, ശ്രദ്ധിച്ചേ, മലകൾ എന്ന് പറയുമ്പോൾ ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ? താഴ്വരയെ നനയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക്
സമ്മതിക്കാം, മാളികയിൽ നിന്ന് വെള്ളമൊഴുകി താഴ്വരകൾ നനയപ്പെടുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ശ്രദ്ധിക്കും. മാളികയിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? മലകളെ നനയ്ക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരിക്കലും നനയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇടങ്ങളിലേക്ക് നിന്റെ കുടുംബത്തിൻ്റെ അന്തർഭാഗത്തുള്ള നിന്റെ ചാർച്ചക്കാരുടെ ഇടയിലുള്ള ഒരിക്കലും നനയത്തില്ല, ഒരിക്കലും അഭിഷേകത്തിൽ വിശ്വസിക്കയില്ല, പ്രാപിക്കയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളിലേക്ക് നിന്നിൽ നിന്ന് ഒരു ആത്മനദി ഒഴുകും, ഒഴുകും, ഒഴുകും. ജീസസ്. പ്രൈസ് ദി ലോർഡ്. അത് മലകളെ നനയ്ക്കും, മലകളെ നനയ്ക്കും. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ജീവിതങ്ങളെ ദൈവം ആലയത്തിനകത്ത് കൂട്ടിവരുത്തും. പുതിയ ജീവിതങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരും. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതങ്ങൾ ആത്മസന്തോഷം തേടി ഇതിനകത്തേക്ക് കടന്നു വരാൻ പോവുകയാണ്. അപ്പം മലകളെ ഈ മാളിക മുറിയിൽ നിന്ന് വെള്ളം പോയി നനയ്ക്കും. മാത്രമല്ല, ഈ മാളിക മുറിയിൽ നടക്കുന്ന മറ്റൊരു സംഭവം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 37-ാമത്തെ വാക്യം. ആ ആ ആ തബീത മരിച്ചു. ആ തബീതയുടെ ഭൗമ ശരീരം എല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി എവിടെ കൊണ്ട് കിടത്തിയെന്ന? മാളിക മുറിയിൽ. മാളിക മുറിയിൽ എന്തിനാണെന്നറിയോ? അവിടേക്ക് പത്രോസ് കടന്നു വന്ന് ഈ മരിച്ച തബീതയെ ജീവിപ്പിക്കത്തക്കവണ്ണം അത്ഭുതങ്ങളുടെ ശുശ്രൂഷ, വിടുതലിൻ്റെ ശുശ്രൂഷ വെളിപ്പെടത്തക്കവണ്ണം മാളിക മുറിയിൽ തബീതയുടെ ഭൗമശരീരം കൊണ്ട് കിടത്തിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവജനം കൂടി വരുന്ന ഇടത്ത് എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തെടുക്കും. മരിച്ച തബീതയെ ഉയർപ്പിക്കത്തക്കവണ്ണം മാളിക മുറിയിൽ ആത്മപ്രവാഹം ഒഴുകിയ മാളിക മുറിയിൽ അത് സംഭവിച്ചെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ മധ്യത്തിലും അത് സംഭവിക്കാൻ പോകുകയാണ്. നമ്മുടെ മധ്യത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടേഴ്സ് കൈവിട്ട കേസുകൾ ഇവിടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവജനത്തിൻ്റെ ആത്മപ്രവാഹത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതം, അത്ഭുതം, അത്ഭുതം. ശരാബ ശതാലബ. Praise the Lord. ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമോ? നിശ്ചയമായും. 107-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യം നാം വായിക്കുന്നത് എന്നതാണ്, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിന് സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട്. The word of God has the
പവർ ഓഫ് ഹീലിംഗ്. സൗഖ്യമാക്കുവാനുള്ള ശക്തി. ഏത് രോഗത്തെയും, ക്യാൻസറിനെ, ഹാർട്ട് അറ്റാക്കിനെ, ലിവർ പ്രോബ്ലത്തെ, കിഡ്നി പ്രോബ്ലത്തെ, ഡയബറ്റിക്കിനെ, പ്രഷറിനെ, കൊളസ്ട്രോളിനെ, ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവമാ നമ്മുടെ ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബ്രെയിൻ ട്യൂമറിനെ സൗഖ്യമാക്കുന്ന ദൈവം. ബ്രെയിൻ ട്യൂമറിനെ. മാളികയിൽ അത്ഭുതങ്ങൾ നടക്കും. മാളികയിൽ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കും. ഈ നദി, ആത്മനദി, നീയാകുന്ന മാളികയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെ അന്തർഭാഗത്തും നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലും ആമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ആമേൻ ഈ ആ മാളിക മുറിയിൽ ദൈവം പ്രവർത്തിക്കും. മാളിക മുറിയിൽ അത്ഭുതങ്ങൾ. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാ. സ്തോത്രം. അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനായതുകൊണ്ട് അവൻ ഇനി ഇതുവഴി പോകുമ്പോൾ കയറി വന്ന്, അയ്യോ ഇത്രയും പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അങ്ങ് പോവുകയായിരുന്നു, എന്നാൽ ഇവിടെ അങ്ങ് വിശ്രമിക്കേണ്ടതിന് നമുക്കൊരു മാളിക മുറി പണിത് ഉണ്ടാക്കാം. കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ശരീരമാകുന്ന മാളിക മുറി സമർപ്പണത്തിൻ്റെ മാളിക മുറിയായി, പ്രാർത്ഥനയുടെ മാളിക മുറിയായി, ആത്മപ്രവാഹത്തിൻ്റെ മാളിക മുറിയായി, ഓരോ തുലാങ്ങളെയും നനയ്ക്കുന്ന മാളിക മുറിയാക്കി, മലകളെ നനയ്ക്കുന്ന മാളിക മുറിയായി, അത്ഭുതങ്ങൾ നടക്കുന്ന മാളിക മുറിയായി പരിണമിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, ഇന്ന് ആരാധനയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ, ഇത് വീഡിയോയിൽ കൂടി കണ്ടുകൊണ്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ ഇന്നും എന്നേക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ കരം ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ